ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് ചിന്നു. ഞാനൊരു കുഞ്ഞു കഥ പറഞ്ഞു തരട്ടെ. പണ്ട് പണ്ട് ശാന്തമായ ഒരു കാട്ടിൽ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം ഒരു ഭീകരസിംഹം കാട്ടിലെത്തി. അവൻ അഹങ്കാരിയും ശക്തനും സർവോപരി മറ്റു മൃഗങ്ങളെ ആക്രമിക്കുന്നവനുമായിരുന്നു. മൃഗങ്ങൾ പേടിച്ചു വിറച്ചു. എല്ലാവരെയും വേട്ടയാടി പിടിക്കാതിരിക്കാൻ മറ്റെല്ലാ മൃഗങ്ങളും ചേർന്ന് ഒരു കരാറുണ്ടാക്കി. ഓരോ ദിവസവും ഒരാൾ മാത്രം സിംഹത്തിന് ഭക്ഷണമായി പോകും. കാട് ഭയം കൊണ്ട് വിറച്ചു. ഒരു ദിവസം അവസരം ഒരു കുഞ്ഞു മുയലിനു വന്നു. പാവം കുഞ്ഞുമുയൽ, എന്നാൽ ബുദ്ധിമാനായ കുഞ്ഞുമുയൽ ഒരു പദ്ധതിയിട്ടു. അവൻ സമയമെടുത്ത് പതുക്കെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുഞ്ഞുമുയൽ സിംഹത്തിന്റെ മടയിലെത്തി. സിംഹം ദേഷ്യത്തോടെ കുഞ്ഞുമുയലിനെ നോക്കി. പക്ഷേ മുയൽ ശാന്തനായി. മുയൽ ഒരു കഥ പറഞ്ഞു. വഴിയിൽ വെച്ച് മറ്റൊരു സിംഹം തന്നെ തടയാൻ ശ്രമിച്ചുവെന്ന് അവൻ സിംഹത്തോട് പറഞ്ഞു. അവൻ തന്നെയാണ് കാട്ടിലെ യഥാർത്ഥ രാജാവെന്ന് അവകാശപ്പെട്ടു. സിംഹം കോപത്തോടെ, ആ വെല്ലുവിളിക്കാരനെ എനിക്ക് കാണണം. അങ്ങനെ സിംഹവും മുയലും കൂടി കാട്ടിലൂടെ നടന്നു. ഇടയ്ക്ക് വഴിമാറി അകത്തേക്ക് പോയി. അവസാനം മുയൽ സിംഹത്തെ ഒരു ആഴമുള്ള കിണറ്റിലേക്ക് കൊണ്ടുപോയി. സിംഹം അകത്തു നോക്കിയപ്പോൾ വെള്ളത്തിൽ തന്റെ തന്നെ പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അഹങ്കാരിയായ സിംഹം ഗർജിച്ചു കിണറ്റിലേക്ക് എടുത്തു ചാടി. പക്ഷേ അവൻ ആഴത്തിലേക്ക് വീണു. പുറത്തുവരാൻ കഴിഞ്ഞതേയില്ല. കാട്ടിലെ മൃഗങ്ങളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ബുദ്ധിമാനായ മുയൽ അവരെ രക്ഷിച്ചു. പിന്നീടുള്ള കാലം മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിച്ചു. എൻ്റെ കഥകൾ ഇഷ്ടമായോ കൂട്ടുകാരെ? ഇനി ഞാൻ ഒരു പുതിയ കഥയുമായി വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സന്തോഷകരമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.